ലച്ചു ഓ ഒന്നുകൂടെ വരാത്തെ. എന്താ അച്ഛാ? പറ, എന്താണ് പറയാനുള്ളതെന്ന് പറഞ്ഞ പറ. എന്ത് ഏ എന്ത്? മോക്ക് അച്ഛനോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു, അത് പറ. പറയച്ചോട് എന്താ പറയണെന്ന് വെച്ചാ അല്ല എന്ത് പറയണം നീ പറയണ? പറഞ്ഞോ, എന്താണെങ്കിലും പറഞ്ഞോ, അച്ഛൻ കേട്ടോളാം. പറഞ്ഞോ, എന്താണ് പറയാനുള്ളത് പറ. അതാ ആ അത് വേറൊന്നുമല്ല അച്ഛാ. ആ. അച്ഛനെ കറക്റ്റ് സമയത്ത് മരുന്നും ഭക്ഷണവും ഒക്കെ കഴിക്കണം. അതുപോലെ തന്നെ നേരത്തെ കിടന്ന് ഉറങ്ങുകയും വേണം. ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണ്ടേ? എന്താണ് പറയാനുണ്ടെന്ന് പറഞ്ഞത്? അല്ല അച്ഛാ, ആ. അതിൽ ചേച്ചി പറഞ്ഞാലും കാര്യമുണ്ട് കേട്ടാ. കാരണം ഈ ഉറക്കം എന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഭവമാണ്. നമ്മൾ ഈ ഉറക്കം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ അസുഖങ്ങളൊക്കെ നേരെ കയറി ഡബിൾ ആവും. അത് വിടുന്ന്, അതല്ലെന്ന്. അമ്മ പറഞ്ഞല്ലോ സിദ്ധുവിനെ കുറിച്ച് എന്തോ പറയാനുണ്ടെന്ന്. ഞാൻ അവിടെ കിടപ്പുണ്ട്, ചോദിച്ചു നോക്ക്. ഇവിടെ പോയോ? ഇവിടെ ഉണ്ട്. തലം മാറി കളിക്കണം നീ. പറ, ലച്ചുവിന് പറയാൻ എന്താണുള്ളത് ഇത് പറ. അതിനെന്തിനാ ഇങ്ങനെ ശബ്ദത്തിൽ സംസാരിക്കുന്നേ? ശബ്ദം താഴ്ത്തി സംസാരിക്കട്ടെ. അത് കുഴപ്പമൊന്നുമില്ല, ഇത് നമ്മുടെ വീടല്ലേ. അച്ഛൻ കയറ്റിപ്പിടി. ആഹാ, അല്ല പിന്നെ ഇതേ നിനക്ക് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാവാഞ്ഞിട്ടാണ്. നിന്റെ മോന് ബിസിനസ് ചെയ്ത് പരിചയമില്ല. അവൻ ഒഫീഷ്യൽ കാര്യങ്ങൾ ചെയ്തേ പരിചയമുള്ളൂ. ഇവൻ ഇനി ബിസിനസ്സിലേക്ക് ചെന്ന് അത് പഠിച്ച് അതിനകത്തേക്ക് കാശ് ഇറക്കി അതിന്റെ ലാഭവും നഷ്ടവും ഒക്കെ നോക്കി ഇതെന്ന് നേരെ ആവാനാണ് എനിക്കറിഞ്ഞൂടാ. ഇതൊക്കെ എന്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? അല്ലെങ്കിൽ നിന്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മോളെ, ഞാൻ എവിടെ നിന്നാ ശരിയാവൂല. ഞാൻ പോയിണ്. അമ്മേനോട് പറഞ്ഞേരാ അച്ഛൻ പോയിന്ന്. എന്തോന്ന് ഇത് രണ്ടുപേരും പിള്ളേരെ പോലെ വഴക്കിടുന്നേ? സാധാരണ നിങ്ങൾ ഇങ്ങനെ വഴക്കിടാറില്ലല്ലോ. അഥവാ ഇനിയിപ്പോ വഴക്ക് ഇട്ടാൽ തന്നെ അച്ഛൻ ഒരു 10 മിനിറ്റ് പുറത്തു പോവും, എന്നിട്ട് കൂളായിട്ട് തിരിച്ചു വരും. അത് പിന്നെ ചേച്ചി അറിഞ്ഞൂടെ, ഇത് ഏത് വീട്? നമ്മുടെ വീടല്ലേ. എങ്ങനെ പോയാലും ഇവിടെ തല്ലുണ്ടാവൂലേ. എത്ര തല്ലുണ്ടാക്കണ വീടാണ്. എന്തായാലും മോളെ, ഇനി ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ല. പിന്നെ നിന്റെ മകൻ ബിസിനസ് ചെയ്ത് പൊട്ടി എന്റെ മുമ്പിലെങ്ങാൻ വന്നാൽ എന്റെ വിശ്വരൂപം കാണേണ്ടി വരും. അപ്പൊ എങ്ങനെയാ വ്രതം എടുത്തു തുടങ്ങല്ലേ? അല്ല, അച്ഛൻ വിശ്വരൂപം കാണിക്കുമെന്ന് പറഞ്ഞേക്കാണല്ലോ. ഒരു കാര്യമില്ല, എനിക്ക് തള്ളണേ. டேய் இன்னைக்கு சப்பாத்தி முட்டைக்கறி வைக்க போறேன். രാത്രിയാ? ചപ്പാത്തിയാ? ചപ്പാത്തി. ചപ്പാത്തി എന്ന് പറയുമ്പോ ഏറെക്കുറെ പരുത്തി വരുമ്പോ എത്ര കനം കാണുമെന്ന് ഐഡിയ? நான் எப்பவும் பருத்துற மாதிரி தானேடா, தின்னா தானே இருக்கும். ഈ കനത്തിനാ? தின்னா தான் இருக்கும், எப்பவும் இருக்கிற மாதிரி தான் கேசு. അങ്ങനെയാണെങ്കിൽ ഒരു 7 എണ്ണം. 7 எண்ணமா? மொத்தமா 7 எண்ணம் போதுமா? എനിക്ക് 7 എണ്ണം. அது என்னடா புது விஷயமா? எப்பவுமே 7 எண்ணம் தானே நான் உனக்கு கொடுப்பேன். അല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ആളെണ്ണം കൂടുതലാണല്ലോ, അപ്പൊ പിന്നെ പറഞ്ഞ് എനിക്കുള്ള എണ്ണം കുറയണ്ടെന്ന് വിചാരിച്ചു. அப்படின்னா நீ சொல்லு, நம்ம எவ்வளவு சப்பாத்தி ഉണ്ടാக்கலாம்? കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. അതൊരു എനിക്കൊരു 7 എണ്ണം ഇട്ടിട്ട് ബാക്കി എത്ര എണ്ണം ഉണ്ടായിരിക്കും? டேய் அப்படி சொல்லாம கரெக்டா கணக்கு சொல்லுடா, அப்படின்னா நான் கரெக்டா ബോളാ ഉണ്ടാക്കறேன். സംഭവം ചപ്പാത്തിയുടെ കാര്യം ഓക്കെയാണ്, പക്ഷെ ഈ മുട്ടക്കറി എന്നാലും അളിയന്റെ അച്ഛനും അമ്മയൊക്കെ വന്നല്ലേ, കുറച്ച് ഗ്രാൻഡ് ആക്കി പിടിക്കായിരുന്നു. ഒരു ചിക്കൻ കറിയൊക്കെ ആയിരുന്നെങ്കിൽ പൊളിച്ചേനെ. டேய் அப்படின்னா நீ ஒண்ணு செய், இப்பவே சிக்கன் கறி வேண்டாம், சிக்கன் வாங்கி கொடு. நான் அதை சமைக்கிறேன். என்ன சொல்ற? 20 நிமிஷம் போகுதுன்னா ஒரு சிக்கன் கறி ஆவறதுக்கு. இதெல்லாம் அரிஞ்சு எல்லாமே வச்சு இதெல்லாம் குக் செய்யறதுக்குள்ள ஒரு 3/4 மணி நேரம் இருந்தா பளிச்சுன்னு சிக்கன் கறி நான் வச்சு கொடுக்குறேன். അത് 20 നിമിഷം, പിന്നെ 3/4 മണി നേരം. ശരി, ചിക്കൻ്റെ കാര്യം ഞാൻ വേണമെങ്കിൽ ചേച്ചിയോട് സംസാരിച്ച് നോക്കാം. டேய் அப்படி இருந்துன்னா சிக்கன் கறி வச்சா எனக்கு பெருமையா இருக்கும்டா. വെച്ച് കഴിഞ്ഞാൽ അതൊരു കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ വരുമ്പ പോകുന്നതാണ് എന്റെ പേടി. டேய் கேசோ, എന്നാ പിന്നെ ചേച്ചിട്ട് ചോദിക്കാം. എന്റെ അമ്മുമ്മ, സിദ്ധുവിന്റെ അടുത്ത് ഞാൻ എന്ത് ചോദിക്കാനാ? മംഗലാപുരത്ത് എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ അവൻ പറയും നാട്ടിൽ വന്നിട്ട് പറയാം. അളിയന്റെ കാര്യമാണ്. ആ ചേച്ചി, എന്റെ ഒരു വിലയേറിയ അഭിപ്രായത്തിൽ വെറുതെ അളിയനെ വിളിച്ച് ഇനി ചൊറിയാൻ നിൽക്കണോ? ഒന്നാമത് അളിയൻ മൊത്തത്തിൽ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ്. അതന്നെയാണ് ഞാനും പറയുന്നത്.
പിന്നെ അവൻ അവിടെ എവിടെ ഒന്നും അല്ലല്ലോ നിൽക്കുന്നത്, അവന്റെ പെങ്ങളുടെ വീട്ടിൽ തന്നെയല്ലേ. ആ അത് കറക്റ്റാണ്. அந்த விஷயத்த சொல்லித்தான் சித்தோட அப்பாவும் அம்மாவும் சண்டை போட்டுட்டு 2 திக்கில உட்காந்துட்டு இருக்காங்க. ഇതിപ്പോ ഇവിടെ വന്നപ്പോ തന്നെ പ്രശ്നം ഉണ്ടായല്ലോ എന്ന് ഓർക്കുമ്പോഴാ. അച്ഛനെ കാണുന്ന ചാട്ടം മാത്രമേ ഉള്ളൂ, പാവമാണ്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോ തണുക്കും. പക്ഷെ അമ്മ അങ്ങനെയല്ല, നമുക്കുണ്ടല്ലോ അടുക്കാൻ പറ്റില്ല. അല്ല പക്ഷെ എന്നാലും അച്ഛനെ കിടന്ന് ചാടുന്നെന്ന് പറയുന്നല്ലോ. പുള്ളിക്കാരൻ ചാടുന്നതിന് എന്തായാലും കാര്യം കാണുമല്ലോ. ഒരു കാര്യം ചോദിക്കട്ടോ, സിദ്ധുവിനെ ഇപ്പോഴും അച്ഛൻ്റെ അടുത്തുള്ള കാര്യങ്ങളൊക്കെ വിളിച്ച് പറയാറില്ലേ? സിദ്ധുവിന്റെ കാര്യത്തിൽ അച്ഛൻ കുറച്ച് ഡെസ്പാണ്. അച്ഛനെ എല്ലാ കാര്യവും ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ സിദ്ധു നേരത്തെ അച്ഛന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഇപ്പൊ ഒന്നും പറയാറില്ല. അതാണ് അച്ഛന്റെ മെയിൻ പ്രശ്നം. എല്ലാ അച്ഛനമ്മമാർക്കും മക്കളുടെ കാര്യത്തില് ഒരു പ്രതീക്ഷയാ, അതുപോലെ തന്നെ ടെൻഷനും ഉണ്ടാവും. ഇതിപ്പോ എന്നെ നടുക്ക് പിടിച്ചിട്ടിട്ട് സിദ്ധുവിന്റെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ ചോദിച്ച് അറിയണം. അതാണ് അവരുടെ വരവിന്റെ തന്നെ മെയിൻ ഉദ്ദേശം. എന്റെ ലച്ചു, നീ ഇങ്ങനെ സിദ്ധുവിന്റെ കാര്യത്തിൽ ഉഴപ്പല്ലേ. എന്താ ഏതാന്ന് വെച്ചാൽ കാര്യങ്ങളെല്ലാം ചോദിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. കറക്റ്റാ. ഇതിപ്പം സംഭവം നമ്മുടെ അളിയൻ പറഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ ചേച്ചി, അളിയനി തുറമുഖമായിട്ട് മുന്നോട്ട് പോകാനാണല്ലോ പ്ലാൻ. അതായത് ഇമ്പോർട്ടിങ് അല്ല, പക്ഷേ എക്സ്പോർട്ടിങ് ഇല്ലേ, ഫ്രൂട്ട്സ് എക്സ്പോർട്ടിങ്. അപ്പൊ ഫ്രൂട്ട്സിന് ഇമ്പോർട്ടിങ് കാണും. ആദ്യം ഫ്രൂട്ട്സ് തുടങ്ങിയിട്ട് പിന്നെ വെജിറ്റബിൾസ്, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, പിന്നെ നട്ട്സ്, മറ്റേത് മറിച്ചെന്ന് പറഞ്ഞാൽ അളിയെ കയറി പിടിക്കും. അതുറപ്പാണ്. കാരണം ആരാ എൻ്റെ അല്ലേ അളിയേ. എന്റെ ഡൗട്ട് അതല്ല മുമ്മ, ഇതിപ്പോ ഇതെല്ലാം കൂടെ കുറച്ചുകൂടെ സുലഭമാക്കാൻ വേണ്ടിട്ടേ ഈ എക്സ്പോർട്ടിങ് ആൻഡ് ഇമ്പോർട്ടിങ് അളിയനൊരു ബോട്ട് വല്ലതും എടുക്കാൻ സാധ്യത ഉണ്ട്. ഇല്ലടാ, അവൻ കപ്പലൊരെണ്ണം മേടിക്കും. എന്നിട്ട് അതിനെ നിന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഓ ഓ ഓ ഓ തന്റെ ഭർത്താവിന്റെ കപ്പൽ അധികം പോയത് അങ്ങനെയാണെ മുങ്ങും. സാമദ്രോഹി, നാക്കുളച്ചൊന്നും പറയല്ലേ. ഒന്നാമത് അങ്ങൂല്ല ഇങ്ങൂല്ലാത്ത അവസ്ഥയിലാണ് നിക്കണത്. ആ ഇപ്പൊ ഞാനാണോ നാക്കുളച്ചോണോ? ചേച്ചിയല്ലേ പറയണേ. பேசாம இருடா. லெச்சு, நான் ஒன்னு சொல்லட்டா? എന്താ? அம்மாவும் அப்பாவும் ரொம்ப டென்ஷனா இருக்காங்க. நீ போய் அவங்கள்ட்ட சமாதானமா பேசு. அவங்க போறதுக்கு முன்னாடி கொஞ்சம் நிம்மதி கிடைக்கட்டும். ഇതിപ്പോ ചേച്ചി പോയി സംസാരിച്ച അവരുടെ ഉള്ള നിമ്മതിയും കൂടെ പോകും തോന്നുന്നു. ഇതെന്റെ ഒന്നാമതെന്റെ ഓ ഓ ഓ ഓ ഓ ഞാൻ ഒന്നും പറയണില്ലേ. പിന്നെ അമ്മൂമ്മ കനാലിന്റെ കേക്കണം, വേറൊരു കാര്യമുണ്ട്. ഇതിപ്പോ അവര് തമ്മി എന്തൊക്കെ അടി ഉണ്ടാക്കിയാലും ലച്ചു ചെന്നൊരു വാക്ക് പറഞ്ഞ അവരങ്ങ് അടങ്ങും. കാരണം എന്തുവാ, ലച്ചു അവരെ കുപ്പിയിലാക്കി വെച്ചേക്കുമല്ലേ. ലച്ചുവിനെ അവർക്ക് പേടിയാ. വരച്ച വരയില്ല. കുപ്പിയിലാക്കാൻ അവരെന്ത് ഭൂതോ? അയ്യോ, ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല, താങ്കൾ പറഞ്ഞതാണ്. എനിക്കൊരു അവസരം വരും കേട്ടാ. അമ്മൂമ്മ ഇപ്പൊ വരാവേ. എവരി ഡോഗ് ഹാസ് എ ഡേ. അതെ അതെ, ആ ദിവസം നിനക്കും വരും. டே, லெச்சுக்கு കുഴിപ്പൽ തമ്മാവ ரொம்ப ഭയം അല്ല? പിന്നെ അല്ലാതെ പിന്നെ അമ്മ പിടിച്ച് വലിച്ചേറി ഏറി കയറ്റി.